ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായി മാറുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുവരുന്നത്. നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്ക. നേരത്തെ തന്നെ ഇസ്രായേലും അതേ നിലപാട് തന്നെ തുടരുകയുമാണ്. ഇറാനെ ഏത് രീതിയിലും അടിച്ച് താഴെയിടുക അത് മാത്രമാണ് ലക്ഷ്യമെന്ന് അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച ട്രംപ് അക്കാര്യത്തിൽ അഡമന്റായി നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ബഹ്റൈനിൽ നടന്നൊരു ആക്രമണത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതൊരു അപ്പാർട്ട്മെന്റിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു ആക്രമണം. അത് കണ്ടിട്ടത് ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വ്യവസായ ഏരിയ ഒക്കെ പോലെ തോന്നുമെങ്കിലും രൂക്ഷമായ ഒരു ആക്രമണം എന്ന് തന്നെ പറയാം. മിസൈൽ നേരിട്ട് പതിക്കുന്നത് ആ അപ്പാർട്ട്മെന്റിലാണെന്ന് ആ ദൃശ്യങ്ങളിലും വ്യക്തമാകുകയാണ്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതിൽ പകർത്തുന്ന ആ ദൃശ്യം പകർത്തിയ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ എന്തായാലും ഈ രാത്രിയിൽ ശാന്തമായിരിക്കേണ്ട ഒരു സ്ഥലത്താണ് ബഹ്റൈൻ, ഖത്തർ പോലുള്ള റമദാന്റെ ഭാഗമായുള്ള പ്രാർത്ഥനകളിലൊക്കെ മുഴുകി നിൽക്കുന്ന ഒരു രാജ്യം. അവിടെയാണ് ഈ രീതിയിലുള്ള ആക്രമണം ഈ മണിക്കൂറിലും ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി ജെയിംസ് തുടരുന്നുണ്ട്. ജെയിംസ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അല്പസമയം മുൻപ് നമുക്ക് ലഭിച്ച ഫുട്ടേജസ് ആണ് ഫ്രം ബഹ്റൈൻ. അവിടെയൊക്കെ ശക്തമായ രൂക്ഷമായ ആക്രമണം, വ്യോമാക്രമണം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹ്റൈൻ ടൈംസ് പുറത്തുവിട്ട, ടെഹ്റാൻ ടൈംസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ജെയിംസ്, ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഈ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി വളരെ കൃത്യമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 3 തവണയായി നടന്ന ആണവ ചർച്ചകൾ, ജനീവയിൽ നടന്ന 3ാം വട്ട ആണവ ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു എന്നേ ഉള്ളൂ. ആ ചർച്ച പരാജയപ്പെട്ടിട്ടില്ല. ആ ചർച്ചയ്ക്ക് ശേഷം വന്ന പ്രതികരണങ്ങൾ ചർച്ചയിൽ പുരോഗതിയുണ്ട്, പോസിറ്റീവായി കാണുന്നു എന്നാണ് ഇരു വിഭാഗങ്ങളും പറഞ്ഞത്. നേരത്തെ അബ്ബാസ് അറഗ്ചി, ഇറാൻ വിദേശകാര്യമന്ത്രി, പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ചർച്ചകളെല്ലാം പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത്, പോസിറ്റീവായി കാണുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ആക്രമിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അബ്ബാസ് അറഗ്ചി ഈ കാര്യത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം. അത് ഒരു സുപ്രധാന ചോദ്യവുമാണ്. എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാൻ മുതിർന്നു? പ്രജീൻ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബഹ്റൈനിലെ അപ്പാർട്ട്മെൻറ്റിന് നേരെ നടന്ന ആക്രമണം അത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ബഹ്റൈൻ അങ്ങനെ വലിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല. അവർ ഒരു ചെറിയ രാജ്യമാണ് അവർ പൊതുവെ. പക്ഷെ അതിലൊരു രാഷ്ട്രീയമുള്ളത് ഈ UAE-യും അതുപോലെ തന്നെ മറ്റു പല അറബ് രാജ്യങ്ങളും, സൗദി അറേബ്യ വന്നിട്ടില്ല, മറ്റേ അബ്രാഹാം കരാറിൽ ഇസ്രായേലുമായി ഒപ്പിട്ടപ്പോൾ അതിലൊപ്പിട്ടൊരു രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേലുമായി ബന്ധമുള്ള രാജ്യങ്ങളെ അടക്കം ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞത് US ബേസ് മാത്രമാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തതെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അതല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ടെറിഫൈ ചെയ്യുന്ന അറബ് രാജ്യങ്ങളെ മുഴുവൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ സമ്മർദ്ദം ചെലുത്തി തങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ ചെറുക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ബഹ്റൈനിൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്നത് ഇനി മറ്റ് UAE-യിലും സൗദി അറേബ്യയിലും മറ്റ് രാജ്യങ്ങളും കുവൈറ്റിലുമൊക്കെ ഇങ്ങനെയുള്ള ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഈ ഇറാൻ്റെ ആക്രമണം ഉണ്ടാവുമോ എന്നുള്ള സന്ദേഹം വരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രജിൻ ചോദിച്ചൊരു ചോദ്യം അത് വളരെ പ്രസക്തമാണ്. അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ തവണ ജൂണിൽ ആക്രമിച്ചപ്പോഴും ഇതേ സ്ട്രാറ്റജി ആയിരുന്നു. അമേരിക്കയെ കയറി ഇറാനുമായി ചർച്ച നടത്തുന്നു, ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ് ഇന്നലെ ഇറാനും അമേരിക്കയും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകി ഇനി അടുത്ത ചർച്ചയാവാം. അതിനിടയിൽ കയറി, കാരണം അവർക്ക് 2-3 വട്ടം ചർച്ച നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ, അണുവായുധ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഉറപ്പും നൽകാൻ ഇറാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ പ്രതിനിധിയായിട്ടുള്ള വിറ്റ്കോഫ്, അതുപോലെ ട്രംപിൻ്റെ മരുമകനായിട്ടുള്ള ജാറദ് കുഷ്ണർ, അവരൊക്കെ പറഞ്ഞത് ഒരാഴ്ച കൂടി അല്ലെങ്കിൽ 2 ആഴ്ച കൂടി സമയം കിട്ടിയാൽ അവർ ആണവായുധം ഉണ്ടാക്കുമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ സീരിയസ് സിറ്റുവേഷൻ ആണെന്ന് അവർ പറയുന്നത് തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി അവർ റെഡിയായിരുന്നു. ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയും മാസങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ടാണ് USS അബ്രഹാം ലിങ്കൻ 90 യുദ്ധവിമാനങ്ങളുമായി ഇറാൻ തീരത്തെത്തിയത്. തൊട്ടുപിറകെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പൽ അമേരിക്ക അതിലേക്ക് അയച്ചത്. തൊട്ടുപിറകെ 10 മറ്റ് യുദ്ധവിമാനങ്ങൾ. ബേസുകളിലൊക്കെ ഈ നോൺ ആയിട്ടുള്ള ആർമി അല്ലാത്ത ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചു കൊണ്ടുപോയി. ദേ വർ ഗെറ്റിംഗ് റെഡി ഫോർ എ വാർ. അപ്പോൾ അതുകൊണ്ട്
ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറാനെ അവരടിക്കാൻ തീരുമാനിച്ചിരുന്നു, അതിനുവേണ്ടി ചർച്ച വെച്ചു, ചർച്ചയ്ക്കിടയിൽ ഇത് അടിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ രൂക്ഷമാണ്. കാരണം ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. US ബേസ് എന്നാണ് പറഞ്ഞത്, പക്ഷെ പലപ്പോഴും ഇപ്പോൾ UAE-യിലെ ദുബായിലെ പാം ജുമേറയിൽ അടിച്ചിരിക്കുന്നത് അവിടെ ബേസൊന്നും അല്ല, അതൊരു വളരെ കൃത്രിമമായിട്ട് മനോഹരമായിട്ടുള്ള നഗരത്തിലേക്കാണ് അവർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ടെറിഫൈ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഇറാനുണ്ട്. ഇറാൻ അറബ് രാജ്യങ്ങളെ ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കി ഈ അമേരിക്കയും ഇസ്രായേലിനും മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഹോർമോസ് കടലിടുക്ക് അടച്ചുവെന്നും ഇല്ലെന്നും വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ അടച്ചാൽ അത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന 20% എണ്ണ മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയുമായിട്ട് നേരിട്ട് ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഗൾഫിലെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഒരുപാടുണ്ട്, മലയാളികൾ മാത്രം ഇന്ത്യക്കാർ ഒരുപാടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ആക്രമണം വരുന്നു, അതിനുള്ള ആശങ്ക അറിയിക്കുകയും ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്നത് പോലെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് ഈ തരത്തിൽ ആക്രമണം നടത്തുന്നതിന് ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ഇസ്രായേലിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം തിരിച്ചു പോയതിന് തൊട്ടു പിറകെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് എതിരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വലിയ വിമർശനമുണ്ടായതാണ്. ഇന്ത്യ ഇസ്രായേലിൻ്റെ പക്ഷം പിടിച്ചു പോയി ഈ സംഘർഷ സമയത്ത് എന്ന തരത്തിൽ ഇന്ത്യക്കൊരു പക്ഷെ പല ന്യായങ്ങളും പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കണം ഇന്ത്യ ഇപ്പോൾ ഇറാൻ്റെയോട് സംസാരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ്റെ ചബഹാർ തുറമുഖത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് വാർത്ത വരുന്നത്. ഇന്ത്യ 10,000 കോടി ഇറക്കിയ ഒരു വലിയ തുറമുഖമാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന് അനുകൂലമായി ഇന്ത്യ UN വോട്ട് ചെയ്തതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വഴി കടക്കാൻ പറ്റില്ല. നമുക്ക് ഇറാനിലെ ചബഹാർ പോർട്ട് വഴി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലെ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള വലിയ വ്യാപാര ഇതാണ്. അപ്പോൾ അവിടെ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ചബഹാർ പോർട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലാണ് ഫത്തേ 1, ഫത്തേ 2. ഈ 2 മിസൈലുകൾ അവർ പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബ്ദാതിവേഗത്തിൽ പോകുന്ന മിസൈലുകളാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ. ഫത്ത 1, ഫത്ത 2 എന്നിങ്ങനെ 2 വ്യത്യസ്ത വേരിയേഷനുള്ള 2 കാറ്റഗറിയിൽപ്പെടുന്ന മിസൈലുകളാണ് ഇറാനുള്ളത്. അവർ അത് പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു ദൂരക്കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ ആ മേഖലയിലാകെ തന്നെ ഈ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് ഇരുപക്ഷവും പറയുമ്പോൾ ആ മേഖല അത്രമേൽ സംഘർഷഭരിതമായി മാറുകയാണെന്ന് പറയാതെ വയ്യ. നേരത്തെ ജെയിംസ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുൻപേ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജനീവയിലെ ചർച്ചകൾ, ആണവ ചർച്ചകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ സേനാവിന്യാസം അല്ലെങ്കിൽ ഈ കപ്പലുകളെ ഈ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്ന ആ രീതിയിലൊരു വിരട്ടൽ അതൊക്കെ അമേരിക്ക പുറത്തെടുത്തിരുന്നു എന്നാണ്. അതായത് ഇങ്ങനെയൊരു യുദ്ധം അമേരിക്ക നേരത്തെ കണ്ടിരുന്നു. എങ്ങനെ ഏത് രീതിയിലും ഇറാനെ അടിക്കുക, അത് ഈ പറയുന്ന പോലെ ചർച്ച ഏത് രീതിയിൽ അവസാനിച്ചാലും അത് പോസിറ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിലും ശരി ഇറാനെ ആക്രമിക്കുക എന്നത് നേരത്തെ തന്നെ അമേരിക്ക ഉറപ്പിച്ചിരുന്നു എന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും അതിന് പ്രത്യേക കാര്യമുണ്ട്. പ്രജിൻ, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ആഴ്ചകൾക്ക് മുമ്പ് ഇറാനിൽ വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. അവിടുത്തെ വിലക്കയറ്റം അതുപോലും ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.